നമസ്കാരം. ഞാൻ എൻ്റെ ഒരു കഥ വായിക്കുകയാണ്. ഇത് 80കളിൽ എഴുതിയിട്ടുള്ളൊരു കഥയാണ്. യാത്രാഗന്ധം എന്നാണ് കഥയുടെ പേര്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരും ഇത് തന്നെയാണ്, യാത്രാഗന്ധം. അതിലൊരു കഥയാണ് യാത്രാഗന്ധം. ഇപ്പോൾ ആളുകൾ തങ്ങളുടെ സ്വന്തം ഇടങ്ങളും സ്വന്തപ്പെട്ടവരെയും തേടി പലായനം ചെയ്യുന്ന ഈ കാലത്ത് 80കളിൽ എഴുതിയ യാത്രാഗന്ധം എന്ന കഥയ്ക്ക് സമകാലിക പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കഥ ഞാൻ വായിക്കുന്നത്. യാത്രാഗന്ധം. കൈകൾ പിണച്ച് തലയിണയാക്കി കിടക്കുവാൻ തുടങ്ങിയിട്ട് സമയമേറെയായിരുന്നു. കൈകളിൽ മരവിപ്പിൻ്റെ വേരുകൾ ഓടുവാൻ തുടങ്ങി. ഒരു വശം ചെരിഞ്ഞ് കൈകൾ നിവർത്തി പരസ്പരം തിരുമ്മി തരിപ്പിൻ്റെ അവസാന നാരുകൾ കൂടി പിഴുതെറിഞ്ഞു. പിന്നെ സാവകാശത്തിൽ സിമന്റ് ബെഞ്ചിന്മേൽ എഴുന്നേറ്റിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ സമ്മിശ്ര ഗന്ധം എന്നെ ഉന്മാദാവസ്ഥയിലാക്കിയിരുന്നു. നഗരത്തിലെ പലഹാരക്കടയിലേക്ക് കയറി ചെന്ന ഒരു ഗ്രാമീണനെ പോലെ ശക്തിയായി ഞാൻ ആ ഗന്ധം ശ്വസിച്ചെടുത്തു. നീണ്ട 25 വർഷത്തെ പരിചിതത്വം അതിൻ്റെ ഉച്ചാവസ്ഥയെ തെല്ലും കുറച്ചിരുന്നില്ല. നഗരത്തിൻ്റെ ജീർണഗന്ധത്തെക്കാളേറെ ഈ യാത്രാഗന്ധം അത്രമേൽ എനിക്കിഷ്ടമായിരുന്നു. ഈ ഗന്ധമാണ് എന്നെ ഗൃഹാതുരനാക്കുന്നത്. നഗരത്തിലാവുമ്പോൾ പകൽ യാതനകളുടെ സ്വേദഗന്ധം എന്നിൽ നിന്ന് എല്ലാം മായ്ച്ചിരുന്നു. എൻ്റെ ഗ്രാമം, വീട്, മകൻ, അങ്ങനെ എല്ലാം. പക്ഷേ ശനിയാഴ്ച സന്ധ്യകളിൽ ഈ പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ അതെല്ലാം കളവ് മുതൽ പോലെ വീണ്ടെടുക്കുന്നു. രാത്രി 10 മണിക്കുള്ള തീവണ്ടിയുടെ ചൂളം വിളിയും കാത്ത് ജനൽ കർട്ടൻ വകഞ്ഞുമാറ്റി പടിക്കിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന അമ്മിണി, അവളുടെ മടിയിൽ പാതിയുറക്കത്തിൽ ആയിരിക്കുന്ന മോനും, തെക്കേ ചായ്പിൽ ജമുക്കാളവും പുതച്ച് നാമം ജപിച്ചിരിക്കുന്ന അമ്മ. ദാ അച്ഛൻ വന്നു, എണീറ്റേ മോനു എന്നവൾ പറയുമ്പോൾ കണ്ണും തിരുമ്മി കള്ളക്കരച്ചിലോടെ മോനു എണീക്കും. അമ്മ നാമജപം നിർത്തും. എന്നിട്ട് ചോദിക്കും, ഹായ്, അച്ഛൻ വരുമ്പോൾ നല്ല കുട്ടികൾ ഇങ്ങനെയാ? അയ്യേ മോശം. അവൻ കരച്ചിൽ നിർത്തും. പടിക്കിലേക്ക് കൈനീട്ടി ഓടിയെത്തും. പിന്നെ ബാഗ് പിടിച്ചു വലിച്ച് ഇറയത്ത് വെച്ച് തന്നെ പരിശോധിക്കും. വന്നു കയറിയില്ല, അപ്പോഴേക്കും ചെക്കൻ്റെ ഒരു പരിശോധന. അമ്മിണി അവനെ ശാസിക്കും. അവൻ കാണാതെ കൈമറച്ച് ഒരാഴ്ച മുഴുവൻ സൂക്ഷിച്ച മധുരം കവിളിൽ പകരും. ഇതൊക്കെ എല്ലാ ശനിയാഴ്ച രാത്രികളിലെയും പതിവായിരുന്നു. ഇതെല്ലാം ഓർക്കുന്നത് ഇവിടെ സിമന്റ് ബെഞ്ചിന്റെ കോൺക്രീറ്റ് തണുപ്പേൽക്കുമ്പോഴാണ്. കഴിഞ്ഞ ആഴ്ച മടങ്ങുമ്പോൾ മോനു നല്ല ഉറക്കത്തിലായിരുന്നു. അവന്റെ കുരുന്നു കവിളുകളിൽ സ്നേഹമുദ്ര നൽകി പിന്മാറുമ്പോൾ അവൾ സ്വഗതമെന്നോണം പറഞ്ഞിരുന്നു, പാവം, തീരെ വയ്യട്ടോ. കണ്ണൊക്കെ മൂടിക്കെട്ടിയിരിക്കുക. കണ്ണു തുറന്ന പിന്നെ ഭയങ്കര നിലവിളിയാ. ഡോക്ടറെ കാണിക്കണം. പിന്നെ വിവരമൊന്നും അറിഞ്ഞില്ല. അമ്മിണിക്കും തീരെ സുഖമില്ല എന്ന് തോന്നിയിരുന്നു. തോന്നൽ മാത്രമാവാം. അസുഖമുണ്ടെങ്കിലും അവൾ തുറന്നു പറയാറില്ല. ഒരിക്കലും പരാതി പറയാത്ത, ഒരു സാരിക്കോ സിനിമയ്ക്ക് പോലുമോ നിർബന്ധിക്കാത്ത അമ്മിണിയെ എനിക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംശയമാണ്. ഞായറാഴ്ചകളിൽ മോനുവിനെ എൻ്റെ അടുത്താക്കി അവൾ ഒരാഴ്ചത്തെ അഴുക്കുകൾ മുഴുവൻ കഴുകി മാറ്റും. വസ്ത്രങ്ങളിലും മനസ്സിലും വെണ്മ നിറച്ച് ഞായറാഴ്ച രാത്രി അവൾ എന്നെ യാത്രയാക്കും. നഗരത്തിലെ ഇടുങ്ങിയ ചായ്പിൽ ഒപ്പം താമസിക്കുന്ന മജീദ് ഇടയ്ക്കിടെ ചോദിക്കും, വിജയമാഷെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കൊന്നും വാങ്ങാറില്ല എന്ന്? എത്ര വർഷമായി നമ്മൾ തമ്മിൽ പരിചയമായിട്ട്? എന്താളോ നിങ്ങളുടെ മാതിരി ഒരു മനുഷ്യൻ. മജീദ് നെടുവീർപ്പെടും. സപ്തദിനാന്ത്യങ്ങളുടെ രാത്രിയിൽ അവളോട് ചേർന്ന് കിടന്ന് തലമുടിയിലൂടെ വിരലൊളിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ അവൾ ശബ്ദമുയർത്താതെ ചിരിക്കും. എന്നിട്ട് ചെവിയിൽ സ്വകാര്യമായി മന്ത്രിക്കും, എനിക്ക് മോനുവിൻ്റെ അച്ഛനെ മാത്രം മതി. അവൾക്ക് ഞാൻ മോനുവിൻ്റെ അച്ഛനാണ്. മുൻപ് എന്താണ് വിളിച്ചിരുന്നതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നതേയില്ല. അത്രത്തോളം അവൻ്റെ സാന്നിധ്യം വളർന്നിരിക്കുന്നു. മോനു ഇപ്പോൾ ഇഴപിരിക്കാനാവാത്ത വിധം ഞങ്ങളുടെ ബന്ധത്തെ സുദൃഢമാക്കിയിരിക്കുന്നു. ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺസുകൾ അഴിച്ചിട്ടു. പ്ലാറ്റ്ഫോമിലെ വൈദ്യുത വിളക്കുകളുടെ താപമേറ്റ് വിയർക്കുവാൻ തുടങ്ങിയിരുന്നു. കാൽശരായിയും തെറുത്തു കയറ്റി. പിന്നെ ഒരു മൂളിപ്പാട്ടുമായി ബെഞ്ചിൽ കയറി കിടന്നു. സ്റ്റേഷനിലെ ഉച്ചഭാഷിണികൾ കുറച്ചുനേരം കാസരോഗിയെപ്പോലെ കിതച്ചു. നീണ്ട ഒരു ഏമ്പക്കത്തിൻ്റെ അവസാനത്തിൽ ആരോ ധൃതിയിൽ തീരെ അലസമായി വിളിച്ചു പറഞ്ഞു, യാത്രക്കാർ ശ്രദ്ധിക്കുക, 7 മണിക്ക് എത്തിച്ചേരേണ്ട മംഗലാപുരം എക്സ്പ്രസ് 67 മിനിറ്റ് വൈകി മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. ഞാൻ സിമന്റ് ബെഞ്ചിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. കഷ്ടം, ഇന്നിനി വീട്ടിലെത്തുമ്പോൾ വളരെയേറെ വൈകും.
പാവം അമ്മിണി കാത്തിരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടായിരിക്കും. എന്നാലും ഊണ് കഴിക്കുകയോ പോയി കിടക്കുകയോ ചെയ്യില്ല. പവിത്രമായൊരു അവകാശം പോലെയാണ് ഈ കാത്തിരിപ്പ്. ഒഴിവു ദിവസങ്ങളിലെ മധ്യാഹ്നവേളയിൽ തലയിണയിൽ കൈമുട്ടൂന്നി കിടക്കയിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് അവൾ പറയാറുണ്ട്, ഈ കാത്തിരിപ്പില്ലെങ്കിൽ എന്താ ഒരു സുഖം. എനിക്കറിയാം അമ്മിണിക്കുട്ടി, ഈ കാത്തിരിപ്പാണ് നിന്റെ ദിവസങ്ങളെ ദീപ്തമാക്കുന്നതെന്ന്. നിന്നിൽ സ്നേഹം ഉറവ പറ്റാതെ കിനിയുന്നതും ഈ പ്രതീക്ഷയാലാണല്ലോ. ഒരു തരത്തിൽ എന്നെയും ജീവത്താക്കുന്നത് ശനിയാഴ്ചകളിലെ പ്രതീക്ഷകളാണ്. ഓരോ ശനിയാഴ്ചയും ഇവിടെ സിമന്റ് ബെഞ്ചിൽ ഇരുന്ന് ഞാൻ മനസ്സുകൊണ്ടൊരു നൂൽപ്പാലം ഉണ്ടാക്കുന്നു. അതിലൂടെ തീവണ്ടിയേക്കാൾ ഏറെ വേഗത്തിൽ ഞാൻ ചരിക്കുന്നു. ഞാൻ വീണ്ടും സിമന്റ് ബെഞ്ചിൽ കിടന്നു. ഒരു നനുത്ത തലോടൽ പോലെ ഉറക്കം എന്നിലൂടെ ഒഴുകി. പിറകിൽ കാക്കാലപ്പിള്ളയുടെ ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. പുറത്തെ തണുപ്പിൽ നിന്നും കമ്പിവേലി പഴുതുകളിലൂടെ പ്ലാറ്റ്ഫോമിന്റെ ഉഷ്ണതീരത്തേക്ക് വന്നതാണ്. റെയിൽവേ പോലീസിന്റെ കാലടി ശബ്ദവും കാത്ത് തെല്ലുനേരം അവർ ശബ്ദിക്കാതെ കിടന്നു. ഭയവിമുക്തരായപ്പോൾ തമ്മിൽ തല്ലിയും പിടിച്ചു വലിച്ചും പരസ്പരം തെറിവിളിച്ചും അവർ ഏറെ നേരം ബഹളം കൂട്ടി. പിന്നീട് എപ്പോഴോ പഴന്തുണിക്കെട്ടുകൾ പോലെ ഒരു മൂലയിൽ സുഖനിദ്രയിലായി. വണ്ടി വരാറായിരിക്കുന്നു. അനൗൺസ് ചെയ്ത പ്രകാരം ഇനി ഒരു 5 മിനിറ്റ് മാത്രം. പഴയതുപോലെ ലൗഡ് സ്പീക്കറുകളുടെ തൊണ്ടകൾ കാറി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മംഗലാപുരത്തു നിന്നും വരുന്ന നമ്പർ എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉടനെ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് ഭാഷാന്തരങ്ങൾ പ്ലാറ്റ്ഫോമിൽ തട്ടി 4 പാടും ചിതറി. അറിയിപ്പ് ഒരു ആഭിചാര മന്ത്രം പോലെ പ്ലാറ്റ്ഫോമിനെ സജീവമാക്കി. നിമിഷങ്ങൾക്കകം ഇരുട്ടിൽ നിന്നും നിശാചരൻ ഒരാർത്തനാദത്തോടെ പാഞ്ഞു വന്നു നിന്ന് കിതച്ചു. ജനം കലങ്ങിമറിഞ്ഞ് ഒഴുകി. തിരക്കിലകപ്പെട്ട് ഞാനും ഒരു കമ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി. ആവർത്തനത്തിലൂടെ ഇതെല്ലാം സഹനീയമായിരിക്കുന്നു. സീറ്റുകളെല്ലാം നിറഞ്ഞിരുന്നു. ഇരിപ്പിടം തേടി ഞാൻ കമ്പാർട്ട്മെന്റിലുടനീളം നടന്നു. ഒടുവിൽ വാലറ്റത്തായി ഹരിതഭൂമി പോലെ ഒരു സീറ്റ് എന്നെ കാത്തു കിടന്നിരുന്നു. എനിക്ക് മുൻപേ 3 പേർ അവിടെ കയറിപ്പറ്റിയിരുന്നു. ജനലഴിയോട് ചേർന്ന് ചുവപ്പ് ചേല ചുറ്റിയ കറുത്തു മെലിഞ്ഞൊരു സ്ത്രീ. അവരുടെ മടിയിൽ തലചായ്ച്ച് കരിഞ്ഞ വിറകുകൾ കൊള്ളികൾ പോലെ ശുഷ്കമായ കാലുകൾ നീട്ടിവെച്ച് മയങ്ങുന്ന ഒരു കൊച്ചു പയ്യൻ. അല്പം നീങ്ങി ഏതോ പുസ്തകത്തിന്റെ കുരുക്കിൽപ്പെട്ട് പരിസരം മറന്നിരിക്കുന്ന ഒരുവൻ. സീറ്റിലിരിക്കുമ്പോൾ സഹയാത്രികൾ തലവെട്ടിച്ച് ഒരു കറുത്ത നോട്ടം എനിക്ക് സമ്മാനിച്ചു. എന്റെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് എനിക്കറിയാൻ കഴിയുകയില്ലല്ലോ. എയർ ബാഗ് ഞാൻ സീറ്റിനടിയിലേക്ക് തള്ളിവെച്ചു. പിന്നെ ചാരിയിരുന്ന് ഉറങ്ങുവാനുള്ള തയ്യാറെടുപ്പായി. വണ്ടി വിടുവാനുള്ള അവസാന മണി മുഴങ്ങുമ്പോഴാണ് അവർ ഓടി വന്ന് കയറിയത്. ഞാൻ തലവെട്ടിച്ചു നോക്കി. ദൈവമേ, ക്രിസ്റ്റഫർ! എൻ്റെ ഉള്ളിലുടനീളം ഒരു മിന്നൽ പൊളഞ്ഞു. വെളുത്തു തടിച്ച് ചാരനിറത്തിലുള്ള ജീൻസും ചുവന്ന ടീഷർട്ടുമിട്ട് ക്രിസ്റ്റഫർ നഗരത്തിലെ പതിവു കാഴ്ചയാണ്. നഗരാതിർത്തിയിലെ ചേരികളിൽ, മദ്യഷാപ്പുകളിൽ, ചന്തസ്ഥലങ്ങളിൽ ക്രിസ്റ്റഫർ അവസാന വാക്കാണ്. ഇന്ന് കൂടെ ഏതോ പരിഷ്കൃത വേഷധാരണിയും പുതിയ ഏതെങ്കിലും ഇരയായിരിക്കും. മജീദിന്റെ വാക്കുകളിലൂടെ ക്രിസ്റ്റഫർ എനിക്ക് പരിചിതനാണ്. ഓനൊരു ബലാല് തന്നെയാണ്. മോന്തിക്ക് ഓൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും. പെരുത്ത് മൊലയും ആനച്ചന്തിയുള്ളൊരു പകച്ചി. മജീദ് ഒരു കണ്ണിറുക്കി ചിരിക്കും. ചെമ്പുപാത്രങ്ങളുടെ കിലുക്കം പോലെ മജീദിന്റെ ചിരി മുറി മുഴുവൻ പരക്കും. ചിരിയുടെ അലകൾ ഒതുങ്ങും മുമ്പേ മജീദ് ഗൗരവക്കാരനാകും. ഓൻ പച്ചെങ്കിൽ ഭയങ്കരനാ. ഓനെ എതിർത്ത ആണാന്നോ പെണ്ണാന്നോ ഓൻ നോട്ടല്ല. ഓൻ മയ്യത്തെടുക്കും. കൊല്ലാന്ന് പറഞ്ഞ ഓനൊരു ഹര. ഒരു ജാതി ബടക്കട്ട സ്വഭാവം തന്നെ. എൻ്റെ മാഷേ, ഓനൊക്കെ മാത്രമേ ഈ സിറ്റിയിൽ ജീവിക്കാൻ പറ്റൂ. നമ്മളെപ്പോലെ മര്യാദക്കാരിക്ക് വല്ല പട്ടിക്കാട്ട് തന്നെയാ യോജിപ്പ്. അങ്ങനെയുള്ള ക്രിസ്റ്റഫറാണ് എൻ്റെ മുൻപിൽ. പെട്ടെന്ന് അയാൾ എൻ്റെ മുന്നിലൂടെ കടന്ന് ഉറക്കം തൂങ്ങുന്ന തമിഴ്ത്തിപ്പെണ്ണിൻ്റെ അരികിലെത്തി. അയാൾ അവളെ തട്ടി വിളിച്ചു. തമിഴ്ത്തി ഞെട്ടി ഉണർന്നു. എന്നെ സാർ, ഷൊർണൂർ ശേഷം വന്നാച്ചാ? ഹാ ഒരേടി മോളെ, ഇതെന്താടി നിന്റെ ചെട്ടിയാട വക തറവാട്ടുക സ്വത്താ? എനിക്ക് നിന്റെ കഴിവേറിച്ചക്കനെടുത്ത് മടിയിൽ വയ്ക്കുക. ഇതൊക്കെ മാന്യന്മാർക്കുള്ളതാ. നിന്നെപ്പോലെ വൃത്തികെട്ട ജാതികൾക്കൊക്കെ നിലത്തിരുന്നാൽ മതി. അയാൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഉറക്കത്തിന്റെ സാന്ദ്രത ആ കമ്പാർട്ട്മെന്റിന് ഒഴിഞ്ഞുപോയി. എല്ലാവരുടെ ശ്രദ്ധയും ക്രിസ്റ്റഫറിൽ ഒതുങ്ങി. ഏൻ സാറേ, അവൻ ഉടമ്പക്ക് സുഖമില്ലേ? അവൻ്റെ അപ്പവേല പാക്കണത് കൂട്ടിട്ട് പോറാൻ ദയവ് പണി ഞങ്ങൾ തൊന്തരവ് പണ്ണതിങ്ക. എനിക്കിടി കഴിവരും മോളെ. എൻ്റെ അടുത്തുനിന്ന് കിണുങ്ങണ്ട. ശവങ്ങള് ടിക്കറ്റ് എടുക്കാണ്ട് ഓരോ കാരണം പറഞ്ഞ് വലിഞ്ഞു കയറും. വേഗം പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ 2 ശരിപ്പെടുത്തി കളയും. നിശബ്ദമായിരുന്ന കമ്പാർട്ട്മെന്റിൽ അയാളുടെ കനത്ത ശബ്ദം തമ്പേറ് പോലെ കിടന്ന് മുഴങ്ങി. ദാ ഇവിടെ ഇരുന്നു,
തമിഴൻ ചെറുക്കൻ്റെ കാലുകൾ ബലമായി ഒരു അരികിലേക്ക് നീക്കിയിട്ട് അയാൾ കൂടെ വന്ന സ്ത്രീക്ക് വേണ്ടി സ്ഥലമൊരുക്കി. പക്ഷെ കാലുകൾ പഴയതുപോലെ സീറ്റിൽ ചിതറിക്കിടന്നു. അയാൾ ആ കാലുകളിൽ നിർദ്ദയം കൈവച്ചു. അശുഭകരമായ സാഹചര്യത്തിൻ്റെ മണം യാത്രികരുടെ നാസാരന്ധ്രങ്ങളിലൂടെ ഇഴഞ്ഞു. പ്ലീസ്, നിങ്ങൾക്ക് ഇരിക്കുകയല്ലേ വേണ്ടൂ. ഇതാ ഇവിടെ ഇരുന്നോളൂ. പുസ്തകമടച്ച് അടുത്തിരുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. ക്രിസ്റ്റഫർ ഒരു തമാശ കേട്ടതുപോലെ കുലുങ്ങിച്ചിരിച്ചു. പിന്നെ സീറ്റിൽ നീണ്ടു നിവർന്നിരുന്നു. അയാൾക്കരികിലായി കൂടെ വന്ന സ്ത്രീ. ചെറുപ്പക്കാരൻ വാതിലിനരികിലെ നിലത്ത് തൂവാലയും വിരിച്ചിരുന്നു. പിന്നെ അഭംഗുരം പുസ്തകപാരായണം തുടർന്നു. യാത്രക്കാരുടെ മനസ്സിടിഞ്ഞു. ഒരു സംഘർഷത്തിന്റെ ആത്മസുഖം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വണ്ടി അതിന്റെ ദ്രുതഗതിയിലായിരുന്നു. അന്തസംഘർഷങ്ങളിലും അതിന്റെ ചാക്രിക ചലനം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണല്ലോ. സീറ്റിൽ അമർന്നിരുന്ന് ക്രിസ്റ്റഫർ എല്ലാവരോടും ഒരുപോലെ വീക്ഷിച്ചു. എല്ലാ കണ്ണുകളും തന്നിലാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വാചാലനായി. ഈ വക ജാതികളുണ്ടല്ലോ, തമിഴന്മാരും തുലുക്കന്മാരും. ഒന്നിനും വിശ്വസിച്ചൂടാ. തരം കിട്ടിയ കക്കും. ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല. സാർ, കടവുൾക്ക് നിരക്കാത്തത് ചൊല്ലക്കൂടാതെ ഞാൻ 2 ടിക്കറ്റ് എടുത്തിരിக்கிறேன். ആ തമിഴ്ത്തി പെണ്ണിന് മലയാളം മനസ്സിലായിരിക്കുന്നു. പിന്നെ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ സ്നേഹം കാണിക്കാൻ. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ക്രിസ്റ്റഫർ ചിലച്ചുകൊണ്ടിരുന്നു. തീവണ്ടിക്കകം ഉറക്കത്തിന്റെ പാട കൊണ്ട് മൂടി. ഞാനും ഉറക്കത്തിന്റെ കയങ്ങളിലേക്ക് ഊളിയിട്ടു. അപ്പോഴും അയാളുടെ ശബ്ദം ഗുഹാധ്വനി പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ പിന്നെ നിദ്രയുടെ ചുഴിയിൽ കിടന്ന് വട്ടം കറങ്ങി അവ താഴ്ന്നുപോയി. പുറം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. പുറം മുഴുവൻ മൂട്ടകളുടെ കടിയേറ്റ് ചുവന്ന് തിണർത്തിരിക്കുന്നു. വരിയൊപ്പിച്ച് ചേലിൽ മനുഷ്യരക്തവും ഊറ്റിയെടുത്ത് അവ സീറ്റിനടിയിലെ പഴുതുകളിലേക്ക് ഊർന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഹോ, ഒടുക്കത്തെ മൂട്ടകൾ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പിന്നെ എന്തോ വിഡ്ഢിത്തം പറഞ്ഞ മട്ടിൽ ചുറ്റും തലയുയർത്തി നോക്കി. എല്ലാവരും ഗാഠനിദ്രയിലാണ്. പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ കതകുമടച്ച് അതിന്മേൽ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ക്രിസ്റ്റഫർ, അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ കൂടെ വന്ന സ്ത്രീ നല്ല ഉറക്കത്തിലായിരുന്നു. അവളുടെ സാരി തോളിൽ നിന്നും വഴുതി മടിയിൽ വീണിരുന്നു. നേരിയ സ്ലീവ്ലെസ് ബ്ലൗസിനുള്ളിൽ മാരിടത്തിന്റെ മുഴുപ്പുകൾ തീവണ്ടിയുടെ താളത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരുന്നു. ഒരല്പം കുറ്റബോധത്തോടെ ഞാൻ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. പൂച്ചയെപ്പോലെ, പാദപതനം പോലും കേൾപ്പിക്കാതെ. കയ്യിൽ ആ സ്ത്രീയുടെ ഹാൻഡ് ബാഗ് അലസമായി ആടിക്കൊണ്ടിരുന്നു. എന്നെ നോക്കി അയാൾ വിളർത്ത ചിരി ചിരിച്ചു. അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അടുത്തു വന്നപ്പോൾ മദ്യത്തിന്റെ രൂക്ഷഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ടോയ്ലറ്റിൽ പോയി മദ്യപിച്ചിരിക്കും. ഞാൻ സാവകാശത്തിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ചെറുപ്പക്കാരനെതിരെ മറുവശത്തെ വാതിൽക്കൽ ഞാൻ ഇരുന്നു. അയാൾ കണ്ണു തുറന്നു. സീറ്റിൽ മുഴുവൻ മൂട്ടകളാ, ഞാൻ ക്ഷമാപൂർവം പറഞ്ഞു. അയാൾ ഉദാസീന ഭാവത്തിൽ ഒരു പകുതി ചിരി സമ്മാനിച്ചു. പിന്നെ മയക്കത്തിലേക്ക് വീണു. ഞാൻ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ഉറക്കം എന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരുന്നു. തീവണ്ടിയിൽ എല്ലാവരും ഗാഠനിദ്രയിലാണ്. വാതിലിനരികെയുള്ള ഇടനാഴിയിൽ ഞാൻ മാത്രം ഉറങ്ങാതെ ആഗ്രഹങ്ങളുടെ വല നെയ്യുവാൻ തുടങ്ങി. എവിടെയോ വലക്കണ്ണികൾ പിന്നിപ്പോയി. എഴുന്നേറ്റ് വാതിൽ തുറന്നിട്ടു. തണുത്ത കാറ്റിന്റെ നഖങ്ങൾ വജ്രസൂചി പോലെ എൻ്റെ ശരീരത്തിൽ തുളഞ്ഞു. ഞാൻ വാതിൽപ്പടിയിലിരുന്നു. പുറത്ത് മഞ്ഞിരുട്ടുമായി കലർന്ന് നിറഞ്ഞൊഴുകി. പുള്ളുവക്കൂടത്തിന്റെ ഘനശബ്ദം പോലെ തീവണ്ടിയുടെ താളം മാത്രം നിശബ്ദതയെ മുറിച്ചു നിന്നു. തീവണ്ടിയുടെ ദ്രുതതാളം നടുവേ പിളർന്ന് ചിന്നിച്ചിതറി. നദിക്ക് മുകളിലെ പാലത്തിന്മേൽ തീവണ്ടി കയറിയിരിക്കുന്നു. പാളങ്ങൾക്കരികിലൂടെ വൈദ്യുത കമ്പികൾ കയ്യെത്താവുന്ന അകലത്തിൽ എന്നെ മോഹിപ്പിച്ചുകൊണ്ട് നീണ്ടു കിടന്നു. അവയിലൊന്നിൽ ഒരു നരച്ചീറ് പോലെ തൂങ്ങിക്കിടന്നാലോ എന്നെനിക്ക് തോന്നി. മരണത്തിന്റെ അസുഖകരമായ ഓർമ്മ എന്നെ വിഴുങ്ങി. ഉറക്കമിളപ്പ് കാത്തിരിക്കുന്ന അമ്മിണിയും തളർന്നുറങ്ങുന്ന മോനുവും എന്നെ പിറകോട്ട് പിടിച്ചു വലിക്കുന്നതായി ഞാൻ അറിഞ്ഞു. വാതിലടച്ച് പിന്തിരിഞ്ഞപ്പോൾ ഹാൻഡ് ബാഗുമായി ക്രിസ്റ്റഫർ ടോയ്ലറ്റിലേക്ക് കയറുന്നത് കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ കറുത്ത ചിരിയുമായി നനഞ്ഞ ചെറുകൾ തുടച്ച് അയാൾ പുറത്തിറങ്ങി സീറ്റിലേക്ക് പോയി. വണ്ടിയുടെ ദ്രുതതാളം അയഞ്ഞിരിക്കുന്നു. ഏതോ മൈനർ സ്റ്റേഷൻ അടുക്കുകയാണെന്ന് തോന്നി. ഞാൻ ബാഗ് എടുക്കുവാൻ സീറ്റിനരികിലേക്ക് ചെന്നു. ഒരു ദീനവിലാപം കേട്ട് ഒരു നിമിഷം മരവിച്ചു നിന്നു. തമിഴ്ത്തിപ്പെണ്ണിന്റെ ആർത്തലച്ച നിലവിളി എന്നെയും കമ്പാർട്ട്മെന്റിനെയും പിളർന്ന് കടന്നു വന്നു. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. അവളുടെ മടിയിൽ കണ്ണു തുറിച്ച് നാവുന്തി അവളുടെ കുഞ്ഞ് ചലനമറ്റ് കിടക്കുന്നു. അവന്റെ ട്രൗസറിന്റെ നിറം മാറിയിരിക്കുന്നു. കാലുകൾക്കിടയിലൂടെ വിസർജ്യം ഒലിച്ചു കിടന്നു. അവന്റെ കഴുത്തിൽ മരണത്തിന്റെ നീലച്ച വിരൽപ്പാടുകൾ ഞാൻ വ്യക്തമായും കണ്ടു. ക്രിസ്റ്റഫറും കൂടെ വന്ന സ്ത്രീയും അപ്രത്യക്ഷരായിരുന്നു. കമ്പാർട്ട്മെന്റിലെ യാത്രക്കാർ മണിയനീച്ചകളായി വന്നു നിറഞ്ഞു. ഞാനാകെ വല്ലാത്ത സ്ഥിതിയിലായിരുന്നു. ഇനിയവിടെ നിന്നാൽ തലകറങ്ങി വീഴുമെന്ന് തോന്നി. ഞാൻ ധൃതിയിൽ ബാഗുമെടുത്ത് കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തു ചാടി. പ്ലാറ്റ്ഫോം
വിജനമായിരുന്നു. തീവണ്ടി ഇളകിത്തുടങ്ങി. അടുത്ത കമ്പാർട്ട്മെന്റിന്റെ വാതിൽപ്പടിയിൽ ഞാൻ ചാടിക്കയറി. എനിക്ക് പിന്നിൽ ആ തമിഴ്ത്തിത്തള്ളയുടെ വിലാപം നാഗാസ്ത്രം പോലെ പാഞ്ഞു വന്നു. ഏൻ തമ്പി, നീങ്ക അപ്പാവ പാക്കാമ നീ പോയാച്ചാ? എന്നെ കൂടി കൂട്ടിട്ട് പോറാ എൻ കണ്ണേ. ഉൻ അപ്പാവോട് ഞാൻ എന്നെ പേശിറൻ എൻ കണ്ണേ. കയറിപ്പറ്റിയ ഉടനെ ഞാൻ വാതിൽ വലിച്ചടച്ചു. കരച്ചിലിൽ വാതിൽ തട്ടി ഗതിമുട്ടി നിന്നു. പിന്നെ അത് പുറത്തെ ഇരുട്ടിൽ മരവിച്ചു പോയി. ഞാൻ പഴയതുപോലെ നിലത്തിരുന്നു. എനിക്ക് ഓർക്കാനേ വയ്യായിരുന്നു. ഞാൻ ഉണർന്നിരിക്കെ ഞാൻ അറിയാതെ കറുത്ത പൂച്ചയെപ്പോലെ പാദപതനം പോലും കേൾപ്പിക്കാതെ മരണം കടന്നു വന്നിരിക്കുന്നു. ഹോ, ശരീരം മുഴുവൻ ആരോ നക്കി തുവർത്തുന്നതുപോലെ, മനസ്സിനകത്ത് ആരോ കൂർത്ത നഖം മിനുക്കുന്നതുപോലെ. ഏതോ ഉൾപ്രേരണയാൽ ബാഗ് തുറന്ന് മോനുവിന് വേണ്ടി വാങ്ങിച്ച അലുവ യഥാസ്ഥാനത്തില്ലേ എന്ന് നോക്കി. പിന്നെ കണ്ണും കാതും മനസ്സും കൊട്ടിയടച്ച് യാത്രാവസാനവും കാത്ത് ഇടനാഴിയിൽ ചാരിയിരുന്നു. യാത്രാഗന്ധം കഥ പൂർണ്ണമാകുന്നു. നന്ദി.